നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സ് ഔദ്യോഗികമായി ഇന്നലെ അവസാനിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല എന്നാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതായത് ചില രക്ഷാപ്രവർത്തനവുമായിട്ട് ചില സഖാക്കൾ ഇപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. അവരുടെ ആ ഹാങ് ഓവർ, നവകേരള സദസ്സിനെ പ്രതിഷേധിക്കാൻ എത്തിയവരെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിലയിരുത്തി വിളിച്ച ആ ഒരു പരിപാടിയെ, അതിന്റെ ഹാങ് ഓവർ ഇപ്പോഴും ചില സഖാക്കൾക്ക് മാറിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുമായിട്ട് ചിലരുടെ അടുത്ത് ഇപ്പോൾ അഭ്യാസത്തിന് ഇറങ്ങിയിരിക്കുകയാണ് സഖാക്കൾ. കഴക്കൂട്ടത്ത് നടന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിൽ ഒരു ഓട്ടോറിക്ഷ ഓടാൻ അനുവദിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചില സഖാക്കൾ. ഓട്ടോറിക്ഷ തൊഴിലാളിയായ കാട്ടായിക്കോണം മങ്ങാട്ടുകോണം സ്വദേശിനിയായ രജനിയാണ് CPM CITU പ്രവർത്തകർക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഈ പറയുന്ന രജനി, ഓട്ടോ തൊഴിലാളിയായിട്ടുള്ള രജനിയും ഒരു CITU അംഗമാണ്. അവരെ തന്നെയാണ് സ്വന്തം പാർട്ടിയിലുള്ളവർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി അതേ സ്റ്റാൻഡിൽ, കാട്ടായിക്കോണം സ്റ്റാൻഡിലാണ് രജനി ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞായറാഴ്ച രാവിലെ പതിവ് പോലെ ഓട്ടോയുമായി സ്റ്റാൻഡിൽ എത്തിയതായിരുന്നു രജനി. എന്നാൽ CITU കൺവീനർ ഉൾപ്പെടെയുള്ളവർ രജനിയെ തടയാനായിട്ട് അവിടേക്ക് എത്തുകയായിരുന്നു. അതായത് ഈ ഓട്ടോ സ്റ്റാൻഡിലേക്ക് എത്തുകയായിരുന്നു. നവകേരള സദസ്സിന് വരണമെന്നുള്ള നിർദ്ദേശം ലംഘിച്ചതിനാണ് തടഞ്ഞതെന്നാണ് രജനി പറയുന്നത്. വർഷങ്ങളായി പാർട്ടി മെമ്പറും അതുപോലെ CITU അംഗവുമാണ് രജനി. പക്ഷേ അന്ന് നവകേരള സദസ്സ് തലസ്ഥാന നഗരിയിൽ നടക്കുന്ന സമയത്ത് രജനിക്ക് സുഖമില്ലാത്തതിനാൽ, ചില ശാരീരിക പ്രശ്നങ്ങൾ ഉള്ളതിനാൽ നവകേരള സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനാണ് ഇപ്പോൾ എന്തുകൊണ്ട് വന്നില്ല, മനഃപൂർവ്വമാണോ ഇത്തരത്തിൽ വരാതിരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് ഭീഷണിയുമായി CITU നേതാക്കൾ തന്നെ രംഗത്ത് വന്നത്. അതിനാണ് ഇപ്പോൾ രജനിക്ക് ആ സ്റ്റാൻഡിൽ നിന്ന് എടുക്കണ്ട, നീ ഓട്ടോ ഓടിക്കണ്ട എന്നുള്ള ഭീഷണിയുമായി ഇത്തരത്തിൽ ഒരു കൂട്ടം നേതാക്കൾ രജനിക്ക് നേരെ വന്നത്. കേസുമായി മുന്നോട്ട് പോയാൽ ചുമട്ട് തൊഴിലാളിയായ സഹോദരൻ രാജേഷിനെ നാളെ മുതൽ ജോലിക്ക് കയറ്റില്ലെന്നും ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഇത് സംബന്ധിച്ച് പാർട്ടി പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങളും രജനി പുറത്തുവിട്ടിട്ടുണ്ട്. ഈ പാർട്ടി ഇന്ന് നിലനിൽക്കുന്നത് തന്നെ തൊഴിലാളികളുടെ ഭീഷണിപ്പെടുത്തിയും ജോലിയും കൂലിയും വേണമെങ്കിൽ ഈ പാർട്ടി നിൽക്കാൻ ബാധ്യസ്ഥരാണ് എന്നാണ് പല വ്യക്തികളും ധരിച്ചു വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അവർ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ, ഈ പറയുന്ന മുതിർന്ന നേതാക്കൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജോലി തെറിപ്പിക്കും, കൊല്ലും, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ ഇപ്പോഴും പലതരത്തിലും പലയിടത്തും പല ജോലി മേഖലകളിലും ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ രജനിക്ക് നേരിടേണ്ടി വന്നത്. കാരണം രജനി ഒരു പാർട്ടി മെമ്പർ ആയിരുന്നിട്ട് കൂടി മറ്റുള്ള സഹപ്രവർത്തകരാണ്, അതായത് 8 വർഷത്തോളമായിട്ട് രജനി ആ ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോ ഓടിക്കുകയാണ്. എന്നിട്ടാണ് ഒരു ദിവസം എല്ലാ പാർട്ടി പരിപാടിക്കും സാധാരണയായിട്ട് പോകാറുള്ള രജനി, പക്ഷേ കഴിഞ്ഞ ദിവസം നവകേരള സദസ്സ് വന്നപ്പോൾ പങ്കെടുക്കാൻ കഴിയാത്തതിലാണ് ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടെ വന്ന് രജനിയെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന, പരസ്യമായിട്ടാണ് രജനിയോട് ഓട്ടോ ഓടിക്കരുത്, ഈ സ്റ്റാൻഡിൽ ഇനി ഓട്ടോ ഇടരുത് എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പകരം രജനി ഇപ്പോൾ അവിടെ നിന്ന് നീങ്ങി, അതായത് ഈ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് നീങ്ങി ഓട്ടോ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള ഓട്ടോക്കാർ, അതായത് ഈ സ്റ്റാൻഡിൽ കയറാതെ വരുന്ന ഓട്ടോക്കാരാണ് ഇപ്പോൾ ഈ ഒരു ഓട്ടോയിൽ കയറുന്നത് മാത്രമാണ് ഇപ്പോൾ രജനിയുടെ ഏക വരുമാനം. ഏതായാലും ഇതിന്റെ ഒരു വീഡിയോ രജനി ഇപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന്റെ വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പലതരത്തിലുള്ള രൂക്ഷമായ വിമർശനമാണ് ഇത്തരത്തിൽ CITU നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായതിനെതിരെ ജനങ്ങൾ ഉയർത്തുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് എന്ന പേര് നടത്തിയ സംസ്ഥാന പര്യടനം ഏകദേശം നവംബർ 18-നാണ് ഇത് ആരംഭിച്ചത്. മഞ്ചേശ്വരത്ത് നിന്നാണ് ആരംഭിച്ചത്. രാഷ്ട്രീയ പരിപാടി എന്ന് ആരോപിച്ച് പ്രതിപക്ഷം നവകേരള സദസ്സിനെ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം അങ്ങോട്ട് തിരുവനന്തപുരം എത്തിയപ്പോഴേക്കും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു കണ്ടത്. ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു തലസ്ഥാന നഗരിയിലെല്ലാം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. ഏതായാലും അതും പോരാഞ്ഞിട്ട് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള നവകേരള സദസ്സിന് ആളുകളെ കൊണ്ടുവരുന്ന തരത്തിലുള്ള മുൻപും ചില ഫോൺ കോളുകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുള്ള പരാതികളും ഉയർന്നു കേട്ടിരുന്നു. ഈ നവകേരള സദസ്സിന്റെ തുടക്കം മുതൽ ആരംഭിച്ച പ്രതിപക്ഷത്തിന്റെ കരിങ്കൊടി പ്രതിഷേധം അവസാന ദിവസം വരെ നീണ്ടു നിന്നിരുന്നു. കരിങ്കൊടി കാണിക്കാനെത്തിയ പ്രവർത്തകരെയെല്ലാം ആത്മഹത്യാ സ്ക്വാഡ് എന്നായിരുന്നു പോലീസ് നോക്കി നിൽക്കെ അവരെ ഡിവൈഎഫ്ഐക്കാർ ക്രൂരമായി മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്നാണ് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ചത്. അല്ലെങ്കിൽ അത് തങ്ങൾക്ക് കിട്ടിയ ഒരു ലൈസൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന പേരിൽ വീണ്ടും പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്നിട്ടും നവകേരള സദസ്സ് കഴിഞ്ഞിട്ടും അതിന്റെ ഹാങ് ഓവർ മുഴുവനായിട്ട് മാറിയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവസാനമായി ഉണ്ടായിട്ടുള്ള ഈ ഒരു സംഭവം കാണുമ്പോൾ നമുക്ക് വിലയിരുത്താനായിട്ട് സാധിക്കുന്നത്.